ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. ഇന്ന് ഈസി ആയിട്ടുള്ള ഒരു ഗോബി മഞ്ചൂരിയൻ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ സാധാരണ വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പിലാണ്, ഓതൻറ്റിക് റെസിപ്പി അല്ല കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മുഴുവൻ കോളിഫ്ലവർ എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പൂക്കളായിട്ട് അടർത്തി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല തിളച്ച വെള്ളം അത് നെമക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഒഴിച്ച് ഒരു 10 മിനിറ്റ് വെച്ചേക്കണം. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പുഴുവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോവാനാണ്. അതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ മൈദാമാവ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, എരിവിന് ആവശ്യത്തിനായിട്ട് അതായത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നിങ്ങൾക്ക് കളറ് വേണമെങ്കിൽ നിങ്ങൾക്ക് പെർമിറ്റഡ് ഫുഡ് കളർ റെഡ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എന്തായാലും കളറൊന്നും ഉപയോഗിക്കുന്നില്ല. കുരുമുളക് പൊടി ഇട്ടത് ഒരു 1/4 ടീസ്പൂണാണേ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അല്പമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊരു നല്ല സ്മൂത്ത് ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതേ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കട്ടയൊന്നുമില്ലാതെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തിളച്ച വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് വെച്ചില്ലേ, ആ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ എല്ലാ ഭാഗങ്ങളിലേക്കും, കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ മസാല പിടിക്കുന്ന രീതിയിൽ തിരുമ്മി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തലേ ദിവസമേ ഇത് ചെയ്ത് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സൂക്ഷിക്കാം കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കറിയാവും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇത് കൂടാതെ നമുക്കിവിടെ വേറെ എന്തൊക്കെ സാധനമാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 2 സവോള എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവോളയും ഒരു ചെറിയ സവോളയും, പിന്നെ 2 പച്ചമുളക്, ഒരു ക്യാപ്സിക്കം, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയാണ് വേണ്ടത്. ഒരു ക്യാപ്സിക്കം ഫുള്ളൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ എത്രയാണ് ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഞാൻ ഇതിൻ്റെ ഒരു 1/4 ഭാഗം ക്യാപ്സിക്കമേ എടുക്കുന്നുള്ളൂ. ഇഞ്ചി ആണെങ്കിലും 1 ടേബിൾ സ്പൂണ്, വെളുത്തുള്ളി ആണെങ്കിലും 1 ടേബിൾ സ്പൂൺ കൊത്തിയരിഞ്ഞത്. മീഡിയം സൈസ് സവോള നമ്മൾ കൊത്തിയരിഞ്ഞാണ് എടുക്കുന്നത്. വലിയ സവോള ക്യൂബ്സായിട്ടും കട്ട് ചെയ്തെടുക്കും. അപ്പം ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അരിയുന്ന നേരം കൊണ്ട് നമുക്ക് കോളിഫ്ലവർ വറുത്തെടുക്കാം. അതിന് വറുത്തെടുക്കാൻ ആവശ്യത്തിന് മുക്കി പൊരിച്ചെടുക്കാനാണ്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള കുറച്ചധികം തന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ലേ കോളിഫ്ലവർ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കോളിഫ്ലവർ ഒരു 15 മിനിറ്റാണ് വെച്ചിരുന്നത്. നിങ്ങൾക്ക് ഓവർനൈറ്റ് വയ്ക്കുകയാണെങ്കിലും നല്ലതാണ്. അപ്പോൾ കോളിഫ്ലവർ നമുക്ക് തിരിച്ചും മറിച്ചുമിട്ട് മൊരിച്ച് എടുക്കാം. അപ്പോൾ നമ്മൾ കറിയിലിടാനായിട്ട് ഒരുപാട് അങ്ങ് മൊരിയണമെന്നില്ല. അങ്ങനെ നമ്മൾ 2 ബാച്ചായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കോളിഫ്ലവർ എല്ലാം ദേ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരല്പം എണ്ണ അങ്ങ് മാറ്റാം. കുറച്ച് എണ്ണ മാറ്റിയിട്ട് നമുക്ക് ഇതിൽ തന്നെ കറി ഉണ്ടാക്കാം. അപ്പം ഞാൻ ദേ എല്ലാം അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഇഞ്ചിയും കൊത്തി അരിഞ്ഞിട്ടുണ്ട്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്, അത് മീഡിയം സൈസ് സവോള പൊടിയായിട്ടാണ് നുറുക്കിയിരിക്കുന്നത്, ചെറിയ സവോളയും ക്യാപ്സിക്കവും ക്യൂബ്സായിട്ടും. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, അത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ച മണമെല്ലാം മാറി കളറൊന്ന് ചേഞ്ച് ആവണം. അപ്പോൾ ദേ ഇവിടെ കളറൊന്ന് ചെറുതായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന മീഡിയം സൈസ് സവോളയും അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക്, 2 പച്ചമുളകാണ്, അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഈ ഉള്ളിയുടെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരല്പം ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ദേ ഇവിടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് സോസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ തന്നെ ആദ്യമായിട്ട് നമുക്കിവിടെ ചേർക്കാൻ പോകുന്നത് സോയാ സോസാണ്. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസാണ് ചേർത്ത് കൊടുത്തത്. 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ഇത് 3ഉം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു
2 കപ്പ് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ നിന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ ദേ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അപ്പോൾ കോളിഫ്ലവറിൽ കോൺഫ്ലോറും കൂടെ ചേർത്ത് വറുത്തത് കൊണ്ട് നമ്മളിത് ഇട്ട് കുറച്ച് കഴിയുമ്പോൾ അത് വെള്ളമൊക്കെ ഒന്ന് അബ്സോർവ് ആയി വരും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് രണ്ടാമതും വെള്ളം ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരുമിച്ചിങ്ങനെ വറുക്കുമ്പം ഒരുമിച്ചാണ് വന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന സവോളയും ക്യാപ്സിക്കവും ഇട്ട് കൊടുത്ത് വെള്ളം അതൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും നല്ലെണ്ണ ഒരു ടീസ്പൂൺ നല്ലെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പിഞ്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം. അപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ എല്ലാം പാകത്തിനുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും നമുക്ക് ഡ്രൈ ആയിപ്പോയി, അതുകൊണ്ട് ഞാൻ ആവശ്യമുള്ളത് കൊണ്ട് കുറച്ച് ഗ്രേവി ആവശ്യമായതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ദേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടെ വേണമെങ്കിൽ നമുക്ക് ഉപ്പും എരിവും ഒക്കെ പാകത്തിനാണോ നോക്കാം. വേണം എന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. എരിവിന് നിങ്ങൾ സോസില്ലേ അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഗോബി മഞ്ചൂരിയൻ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിച്ചത്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ്, എളുപ്പമാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി പുതിയ ഇതുപോലെ ഈസി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്